ഹലോ, രാവിലെ ഞങ്ങൾ നല്ല കാലാവസ്ഥയൊക്കെ കണ്ട പോകുന്ന ബ്രഹ്മിഹാമിലെ മിഡ് വെസ്റ്റ് ലാൻഡിൽ സഫാരി പാർക്കിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ എന്നാ ചെയ്യണേ, ഇത് നല്ല മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. വഴിനീള ബ്ലോക്ക്. ഞങ്ങൾ ഇറങ്ങി നിൽക്കുക രാവിലെ തന്നെ. നല്ല മുട്ടൻ രീതിയിലാണ് ബ്ലോക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ M5 കിടക്കുക. ഇങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ടയറിനൊരു പണി കിട്ടി. നേരെ കൊണ്ടുപോയി പുതിയ ടയർ മാറി പോകുമ്പോഴാണ് അടുത്ത പണി രാവിലെ കിട്ടി. കണ്ടോ, ഇതിപ്പോൾ അപ്പർ സൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്തോ ആക്സിഡൻ്റ് ആയിരുന്നു. ഓപ്പോസിറ്റ് ലൈൻ ഇപ്പോൾ ഓപ്പൺ ആയി. ഇത്ര അതും ക്ലോസ്ഡ് ആയിരുന്നു. നല്ല ഫുൾ ബ്ലോക്ക്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, സഫാരി പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് കുറച്ചങ്ങ് ഡ്രൈവ് ചെയ്ത് ഉള്ളിലോട്ട് കയറിയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അങ്ങ് എൻട്രി ചെയ്തിട്ടുള്ളൂ. വീഡിയോ മുമ്പോട്ട് തുറന്ന് കാണുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെങ്ങനെ അയച്ചുവിട്ടേക്കോ? ഇങ്ങനെ കാണാം. എന്നാ പിന്നെ അത് നേരെ ഫ്രണ്ടിൽ നോക്കുക. നമ്മുടെ ആ റോഡിൽ മുഴുവൻ ജിറാഫ് നിൽക്കുക. കണ്ടോ അതുകൊണ്ടാ വണ്ടി മുഴുവൻ ബ്ലോക്ക് ആയിരിക്കണം. റോഡിൽ മുഴുവൻ ജിറാഫ് നിൽക്കുക. അവനാ ഇതിലേക്ക് നോക്കണം. അവിടുന്ന് മറുപടി എന്റെ അതൊന്നും വേണമെന്നില്ല. ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് അതൊന്നും വിഷയമല്ല. ജിറാഫ്. ഹായ് ഡിയർ. സീബ്രയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്താ റൈനോ? റൈനോ റൈനോ എന്തിയ? റൈനോ അത് മറ്റേ പശു അല്ല, അതിന്റെ എന്തോ വർഗത്തിൽപ്പെടുന്ന മാനം, പശുവിന്റെ ഒക്കെ ഒരു വർഗത്തിൽപ്പെടുന്ന. പക്ഷെ നമ്മുടെ നാട്ടിലെ കാട്ടൂത്തിനെ പോലെ അല്ല, നമ്മുടെ പോത്തിനെ പോലെ ഇട്ടല്ലേ. കളർ മാത്രമേ ചെയ്യും, കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അതെ, കണ്ടാ ശരിക്കും നമ്മുടെ നാട്ടിലെ പോത്തിനെ പോലെ ഉണ്ട്. പക്ഷെ കറുപ്പല്ല, ബ്രൗൺ ആണ് മാത്രം നിറം. അതേ കണക്ക് തന്നെ ഇരിക്കുന്നു. അതിന്റെ ചെവി കണ്ടോന്നേ, ആ പോത്തിന്റെ ചെവി നോക്കിയടി. നൈസ്. അവിടെ പട്ടികളുടെ പൂട് ചെവി ഇരിക്കുന്ന പോലെ. അത് എന്തോ മാനിന്റെ വർഗത്തിൽപ്പെട്ട സാധനമോ അല്ല, അത് ഇതിന്റെ അവിടെ ചോദിച്ചാണ്. നമ്മളാ പോത്തുന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, അത് എന്താ കൊങ്കോ ബഫല്ലോ. അതാണ് ഈ സാധനം, കൊങ്കോ ബഫല്ലോ. കൊങ്കോ ബഫല്ലോ. പോത്ത് തന്നെ, ബഫല്ലോ തന്നെ, പക്ഷെ അതിന്റെ പേര് തന്നെ കൊങ്കോ ബഫല്ലോ. ബൈ, സീ യു. അതെന്തോ മാൻ. പക്ഷെ നല്ല മുട്ട വലിയ മാൻ, പശുവിന്റെ വലുപ്പം ഉണ്ടല്ലേ.
അയ്യോ കളിപ്പിച്ചതായിരിക്കും അത്. ആ കൊച്ചിന് ചിരി. ഒരു കൊത്ത് കടിച്ചിട്ട് വന്നിട്ട് പോകും. കൊടുത്തിട്ട് വന്നതിൽ പോയി. മറ്റേ ജുറാസിക് പാർക്കിനകത്ത് മറ്റേ ഇതുകള് നടന്നു പോകൂലേ, അതേ കണക്കുണ്ട്. ചാറ്റ കൊടുത്തോ? ഏത്? എന്റെ കഴുത്ത് തീണ്ടോ നോക്കി. ഒന്ന് തട്ടിട്ട് പോയിണ്ട് വണ്ടിക്കിട്ട്. ആ പോണ പോക്കിൽ ഒരു ഒരേ നോക്കട്ടെ പോയ ജിറാഫ്. നമ്മുടെ മൂന്നാറിലുള്ള കാട്ടുപോത്താണോ നിൽക്കുന്നത്? കറങ്ങി വരുമ്പോ കാണാം, അതേം തോന്നുന്നു കണ്ടിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ടിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറന്ന് കുറേശ്ശെ വണ്ടികളെ ഗേറ്റ് വിടുന്നത്. എവിടെ നോക്കിയ ലൈൻ പറയണത്? ഉറക്കാണല്ലോ. ഓർമ്മ എണീറ്റിരിപ്പുണ്ട്. ഓർമ്മ ഉറക്കാം. എനിക്കിരിക്കുന്ന നടക്കാൻ വരാൻ പാടില്ലായിരിക്കോ? ആ, അതിന്റെ ഷേപ്പിലാണ് അത് ഉണ്ടാക്കി വെച്ചേക്കണത്. കല്ലിന്റെ ഷേപ്പല്ല, കല്ലിന്റെ ഷേപ്പ്. അതിന്റെ മണ്ടയ്ക്ക് കിടപ്പുണ്ട് കുറെ ഉണ്ടെങ്കിൽ. എല്ലാ ഉച്ചവക്കത്തിനും കയറിയതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ റോട്ടിൽ കിടക്കണ കാണാം. ജിറാഫ് കിടന്ന പോലെ റോട്ടിൽ കിടക്കണ കാണാമായിരുന്നു. കണ്ടോ? Roar, lion, roar. Lion, roar, 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 roar. Lion, I see lion. What do you see? Lion, Lion. roar. Lion roar. It's a lion. Lion. White. എന്നാ വൈറ്റ് ലയൺ അല്ലേ? ആ, വൈറ്റ് ലയൺ. അതിന്റെ കൂട് അതും ഇതുപോലെ തന്നെ ഗേറ്റ് ആണോ എന്തോ. ആണെങ്കിൽ ചവിട്ടി വിട്ടോ ഏട്ടാ. കിങ്ഡം ഓഫ് ദ വൈറ്റ് ലയൺസ്. പിന്നെ വൈറ്റ് ലയനെ കാണാം. വൈറ്റ് ലയൺ. ഓക്കെ, White lion. വൈറ്റ് ലയൺ. White lion. വൈറ്റ് ഡോങ്കി, ആ, ഇവിടെയും ഗേറ്റ് ഉണ്ട്. കിളിവാതിൽ ഓപ്പൺ ആണ്. വൈറ്റ് മങ്കി. ചേട്ടാ ചവിട്ടി വിട്ടോ, ചവിട്ടി വിട്ടോ. ഞങ്ങളോടും കേറിക്കോട്ടെ. എന്നിട്ടടച്ചാൽ മതി. ഓക്കെ. ഓ, രക്ഷപ്പെട്ട് കൃത്യമായിട്ട് അപ്പത്തേക്കും ഗേറ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുക. നൈസിന് രക്ഷപ്പെട്ടു നമ്മൾ. എന്ത് ടവർ എന്നാ പറഞ്ഞാൽ? വാച്ചിങ് ടവർ അല്ലേ? വാച്ചിങ് ടവർ ലേഡി ഈസ് വാച്ചിങ് എവരിത്തിങ്. കിങ്ഡം ഓഫ് വൈറ്റ് ലയൺ. ഇവിടെയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഗേറ്റ് ഉണ്ട്. ഇങ്ങനത്തെ എല്ലാത്തിൻ്റെയും കൂടുകൾ സെപ്പറേറ്റ് ഗേറ്റ് ഉണ്ടാവും. സിംഹത്തിന്റെ വായു വന്നിട്ട് അത് വന്ന് വണ്ടിയുടെ ഉള്ളിൽ കയറി ആളെ പിടുത്തുന്നതാണോ? ആ, ഇവിടെ കൊറേ കിടപ്പുണ്ടല്ലോ. പിടിക്കാൻ പറ്റില്ലേ? പപ്പ പിടിച്ചു. എനിക്ക് ഇവിടെ കൊറേ ഉണ്ടായിരുന്നു, പക്ഷെ
എല്ലാം അത്ര പോയി ഇത് ഞാൻ അത്രയും ദൂരത്തിലൊക്കെ കൊണ്ട് ബന്ധു വെച്ചാൽ എനിക്ക് അടുത്തടുത്തുള്ള രീതിയിൽ കൂടുപണി ചെയ്യാൻ പാടായിരുന്നു എനിക്ക് അവർക്കൊക്കെ. ഫോട്ടോ വെച്ചേക്കണ ഒന്ന് കിടക്കുന്ന വേറെ ഒന്നാണല്ലോ. ആ സൈഡിലുണ്ട്, ആ സൈഡിൽ സൈഡിൽ എത്ര വേണമെന്നൊക്കെ കുറുക്കനെ പിന്നെ കണ്ടിട്ടുണ്ട്. കുറുക്ക സാധാ കുറുക്കനാണ്, നമ്മൾ കാണുന്ന കുറുക്കനല്ല, അത് വേറെ കേട്ടോ. അത് ഇത് വേറെ തരാ. അത് കിടന്നങ്ങനെ കാണുന്നത് എല്ലാം ഉച്ചവർക്കത്തിന്റെ സമയം. കല്ലെടുത്തറേ വേണ്ട എന്റെ കാറിന്റെ ഉള്ളിൽ കണ്ടോ ആശാൻ പതിയെ തല ഒതുക്കി നോക്കിക്കൊണ്ടിരിക്കണോ. കണ്ടോ നമ്മുടെ മറ്റേ പൂടപ്പട്ടിനെ പോലെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മീനിന്റെ കൂട്ടി ഇരിക്കണു, പക്ഷെ കളർ എടുത്ത വ്യത്യാസം. ഉറങ്ങാൻ പോണം. അമ്മി അത് ചില്ലങ്ങനെ തത്തോ. ഇന്ത്യൻ റൈനോസിറസ് ആദ്യം കണ്ടത് ആഫ്രിക്കൻ. ഇതിന് കൊമ്പില്ലല്ലോ, ഇന്ത്യൻ ആയതുകൊണ്ടാണോ? കൊമ്പില്ല. അതിന് കൊമ്പില്ല അല്ലേ? ഉറങ്ങാൻ പോവാ. ഇതെങ്കിലും ഉറങ്ങാതിരിക്കണ്ടല്ലോ. അല്ല ഇതെങ്കിലും ഉറങ്ങാതിരിക്കണ്ടല്ലോ എന്ന് പറയുന്നത്. കൊണ്ട് പോകും. ജിറാഫ് ജിറാഫ് മാൻകൂട്ടങ്ങൾ, കൂട്ടത്തോടെ നിൽക്കുന്ന മാൻകൂട്ടങ്ങൾ. ഇത് കാട്ടൂത്താണോ നമ്മുടെ കൈക്ക്? പേര് അല്ലേ ബാരാസിംഗ. ബാരാസിംഗ മാനുകൾ, ബാരാസിംഗ മാനുകൾ ആടെ ബാക്കി കിടക്കും. അതിൻ്റെ ഇടയിൽ വണ്ടിക്കാരൻ കയറുന്ന ആ ബാരാസിംഗ മാനുകൾ. കിച്ചു, ആർ യു റെഡി ടു സീ സീബ്ര? തീവണ്ടി തീവണ്ടി കൽക്കരി തീവണ്ടി. പക്ഷെ കാണാൻ പാടില്ല നെറ്റ് കാരണം. സംഭവം അതാട്ടോ. ഇതില് അങ്ങനെ തീവണ്ടി പോണേതായിരിക്കും. തീവണ്ടി ഇപ്പം അതുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാനത് ഇലക്ട്രിക് അല്ലായിരിക്കും ചെയ്തു. ഇതുപോലത്തെ കൽക്കരിയൊക്കെ തുപ്പിക്കൊണ്ട് പോണ തീവണ്ടി. കുളവും തടാവും കിളികളും കാക്കകളും കുയിലുകളില്ല, താറാവുകളും. ആ കാക്കയുണ്ട്, കാക്കയുണ്ട്. എവിടെ ചെന്നാലും ഉണ്ട് പിന്നെ കാക്ക. Tiger. White tiger. Zebra. Zebra. Ostrich ഉണ്ട്, സീബ്രയുണ്ട്, മാനുണ്ട്, കാക്കയുണ്ട്. അതിന്റെ സീബ്ര കണ്ട അതിൻ്റെ ഇടയിൽ മാനുണ്ടല്ലോ, ഫിലിപ്പീൻ സ്പോട്ടഡ് ഡിയർ. അപ്പുറ കാണുന്ന കുഞ്ഞത്. Bye bye. See you later. കണ്ടോ അത് ആനയുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്.
ആനയുണ്ട്, സൂക്ഷിക്കുക. ആഫ്രിക്കനാ. വായിലേക്ക് വെക്കണതും കിട്ടി. അങ്ങനെ നമ്മൾ ഇവിടെ നേരെ എക്സിറ്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് കിച്ചൂട്ടൻ ഈ അനിമൽസിനെ കാണുന്നിട്ട് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ വളരെയധികം എൻജോയ് ചെയ്തു. ഇനി പുറത്തുള്ള കാഴ്ച കാണിച്ചാൽ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇത് സഫാരി വാക്കിൻ്റെ മാപ്പാണ്. നമുക്ക് നടന്ന് കാണാനുള്ള ഓപ്ഷനുണ്ട്. അതിൻ്റെ റൂട്ട് മാപ്പാണ്. പക്ഷെ അത് സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് എടുക്കണം. നമ്മളത് എടുത്തിട്ടില്ല. എല്ലാം ഇൻഡിവിജ്വലാണ്. വേറെയും കുറേ അഡ്വഞ്ചറസും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഇൻഡിവിജ്വൽ പാസസ് ആണ്. നമ്മളതൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും കയറാത്തത്. നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ത്രൂ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് വാക്കിങ്ങിൻ്റെ മാപ്പാണ്. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഏപ്രിൽ 11 വരെയും buy one get one ടിക്കറ്റും അവൈലബിൾ ആണ്.